ഹലോ, സന്ധ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴയകാല ഓർമ്മയിലേക്ക് തിരിച്ചു പോയാലോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സാധാരണ ബീഫ് കറിയല്ല, മൺപാത്രത്തിലെ ബീഫ് കറി. ആദ്യപടിയായി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കുക. ഈ പൊടികളെല്ലാം കൂടെ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇടുക. അതിനോടൊപ്പം തന്നെ പച്ചമുളക്, ഉള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് ചേർത്ത് നല്ലവണ്ണം കുഴച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഈ മസാല ഒരു 10 മിനിറ്റ് ബീഫിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, 2 ഏലക്ക. ഈ ചേരുവകളെല്ലാം കൂടെ നല്ലവണ്ണം അരച്ചെടുക്കുക. നമ്മൾ ഏലക്ക എന്തിനാണ് ഇട്ടെന്നറിയാമോ? ആ ബീഫിൻ്റെ ഒരു മണം മാറിക്കിട്ടാനാണ്. ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കാം. അതിനായി ഒരു മൺപാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില, ഉള്ളി, തക്കാളി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളിയിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിനു ശേഷം മാരിനേറ്റ് ചെയ്താൽ വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇളക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ച് അതിനെ അടച്ച് വേവിക്കുക. അത് വേവുമ്പോഴത്തേക്കും ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയിലിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ബ്രൗൺ നിറമാവുന്നത് വരെ ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് കൊട്ടുക. ഇതിനെ നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ സൂക്ഷിക്കുക, മൺപാത്രമാണ്. ഇനി ഇതിനെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ആപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടെ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. പഴമയുടെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോയ ഈ ബീഫ് കറി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.